നമ്മൾ ടൗൺഷിപ്പിലാണ്. ടൗൺഷിപ്പിലെ 5ാമത്തെ സോണാണിത്. 5ാമത്തെ സോണിൽ വീടുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മന്ദഗതിയിലാണ് പോകുന്നത്. നേരത്തെ 178 വീടുകൾ ആദ്യഘട്ടത്തിൽ കൈമാറി. അതിനുശേഷം തിരഞ്ഞെടുപ്പ് വന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം സർക്കാർ മാറി. ഇപ്പോൾ ഈ 5ാം സോണിലെ വീടുകളുടെ നിർമ്മാണമൊക്കെ കണ്ടില്ലേ, ജോലിക്കാരൊന്നുമില്ല. അങ്ങനെ മന്ദഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ നോഡൽ ഓഫീസറൊന്നും ചുമതല ഏറ്റെടുത്തിട്ടില്ല. നിലവിലുള്ള നോഡൽ ഓഫീസറിനെ ഇതിൻ്റെ മുഖ്യ ഓഫീസറായി മാറ്റിക്കഴിഞ്ഞു. അതിനുശേഷം പുതിയ ഓഫീസറൊന്നും ഇവിടെ ടൗൺഷിപ്പിൻ്റെ ചുമതലയിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു അമാന്തം നിലവിൽ ഈ ടൗൺഷിപ്പിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. ഇത് 5ാമത്തെ സോണാണ്. നമ്മളിപ്പോൾ വീടുകൾ കണ്ടില്ലേ, ഒക്കെ പകുതി നിർമ്മാണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ജോലിക്കാരുടെയൊക്കെ കുറവുണ്ട്. ഇലക്ഷനൊക്കെ പ്രമാണിച്ച് ഈ തൊഴിലാളികളൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി എന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അവരൊന്നും തിരികെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രവർത്തന കുറവാണ് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ LDF സർക്കാർ 178 വീടുകൾ കൈമാറി. ആ വീടുകളിൽ ദുരന്തബാധിതർ അവരുടെ താമസം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബാക്കി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ 5ാം സോണിൽ ഈ കാണുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റ് ഡ്രൈനേജിൻ്റെയൊക്കെ വർക്കുകളൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ചെളിക്കളമായ ഒരവസ്ഥയാണ്. മഴ ശക്തി പ്രാപിച്ചു വരുന്നതോടുകൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോകും. നേരത്തെ സെപ്റ്റംബർ മാസത്തോടു കൂടി തന്നെ വീടുകൾ കൈമാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദുരന്തബാധിതർ ഇപ്പോൾ നിലവിലെ 2ാം സോണിൽപ്പെട്ട, അതായത് സെക്കൻഡ് ഫേസിൽപ്പെട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ദുരന്തബാധിതർ ഇപ്പോൾ പരാതിയുമായൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. സർക്കാർ മാറിയതോടുകൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേരിയ രീതിയിൽ മന്ദഗതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ടൗൺഷിപ്പിൽ വന്നത്. നേരത്തെ നിരവധി വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥ ഭാഗികമായി നിൽക്കുന്ന വീടുകളും അതോടൊപ്പം ജോലിക്കാരുടെയൊക്കെ കുറവാണ് ഈ ടൗൺഷിപ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കോർഡിനേറ്റ് ചെയ്യാൻ സർക്കാർ ചുമതലയിലുള്ള ഒരാളില്ലാത്തതും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇവിടെ ഇപ്പം ഇല്ല എന്നാണ് നമുക്കിപ്പോൾ ഈ ടൗൺഷിപ്പിലെ ഈ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.